അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഇല്ല. ഏതെങ്കിലും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏത് സിനിമയാ? ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ പല സിനിമകളിലും, അതായത് ഇപ്പം ഈ ന്യൂസ് റീഡർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, അതല്ലാതെ വേറെ ക്യാരക്ടറൊന്നും ചെയ്യാൻ വിളിച്ചിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞ പോർഷൻ. എന്നിട്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചോ? നമുക്ക് പറ്റുന്ന പണിയല്ലല്ലോ. എന്ന് വെച്ചാൽ സിനിമയിൽ നായകനായിട്ടോ ഉപനായകനായിട്ടോ ഒന്നുമല്ലല്ലോ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓഫർ ചെയ്താൽ പോകുമോ? ഓഫർ ചെയ്യുമ്പോൾ ആലോചിക്കാം. കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഏതെങ്കിലും ഒരു രഹസ്യം എന്റെ ഉള്ളിലുണ്ടോ? രഹസ്യങ്ങളുണ്ട്, അങ്ങനെ പിടിച്ചു കുലുക്കാൻ മാത്രമുള്ള രഹസ്യമൊന്നുമില്ല. മാധ്യമ പ്രവർത്തകർക്ക് അർഹിക്കുന്ന ശമ്പളം ലഭിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെന്താ വെച്ചാലേ, അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇല്ലാത്തവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ നെവർ എന്ന് പറഞ്ഞത്. മാധ്യമ പ്രവർത്തനം എപ്പോഴെങ്കിലും ഉപേക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വിവാദം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? നെവർ. ഉള്ള വിവാദങ്ങൾ പരമാവധി മുതലെടുത്തിട്ടുണ്ടോ? വ്യാജ വാർത്തകൾ എയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എതിർക്കുമോ? നിശ്ചയമായിട്ടും. മലയാളികളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. എന്തെങ്കിലും എക്സാമ്പിൾസ് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്പിറസി തിയറി വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുകയും വിവാദം ഉണ്ടാവുകയും ചെയ്യുന്ന നാടാണിത്. ഒരു ഇൻസ്റ്റൻസ് ഒന്നുമല്ല, ഏത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്കത് പറയാം. പെയ്ഡ് ന്യൂസ് കേരളത്തിൽ സജീവമാണോ? കേരളത്തിൽ സജീവമല്ല. വാർത്തകൾ വളച്ചൊടിക്കാൻ കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കൂട്ടുനിൽക്കാൻ വിളിച്ചാൽ പോവോ? പോവില്ല. ആരെങ്കിലും സ്ഥിരമായി വേട്ടയാടിയിട്ടുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നാട്ടുകാർ പറയണം. അർഹിച്ച അംഗീകാരങ്ങൾ കിട്ടാതെ പോയതായി തോന്നിയിട്ടുണ്ടോ? ഈ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ? ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. അഭിലാഷ് മോഹൻ ഏതെങ്കിലും കേസിന്റെ സാക്ഷിയാണോ? സാക്ഷിയായിരുന്നു, ആയിട്ടുണ്ട്. സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ടോ? അല്ലറ ചില്ലറ. ഞാൻ ആക്രമണം എന്നൊക്കെ പറയാവോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ വാർത്തകൾ പല 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 സന്ദർഭങ്ങളിൽ. നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ? നിലപാടുകൾ ഇതിനൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലപാടുകൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ വ്യതിചലിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിലപാട് സ്വീകരിക്കുക.